നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വാണരുളുന്ന സഖാവ് മിസ്റ്റർ പിണറായി വിജയൻ അവർകളെ നിങ്ങളുടെ ചക്കളത്തി പോരാട്ടവും പൊറോട്ട് നാടകവും ജി സുധാകരന്റെ അടുത്ത് ചിലവാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ടേം പൂർത്തിയാക്കിയ ആളുകളെ മാറ്റി നിർത്തുന്നു, അഥവാ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവായ ആദർശ ശുദ്ധിയിൽ കേരളത്തിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു CPM-കാരനായ സുധാകരനെ വെട്ടിയൊതുക്കിക്കൊണ്ട് നിങ്ങൾ ഭരണം നേടി മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ ഇക്കുറി ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ അടിതെറ്റി നിൽക്കുന്ന പിണറായി വിജയൻ ഏത് വിധേനയും ഭരണം പിടിക്കുന്നതിന് വേണ്ടി തലകുത്തി മറിഞ്ഞ് ഞാണിന്മേൽ കളിക്കുമ്പോൾ ജി സുധാകരനെ പോലുള്ള ആളുകളെ വീണ്ടും അവഗണിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുറത്തു വന്നപ്പോൾ തന്നെ സുധാകരൻ ശക്തമായി തന്നെ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. തന്റെ FB കുറിപ്പിലൂടെ സുധാകരൻ തനിക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസ ചിരി ഉൾപ്പെടെ FB കുറിപ്പിൽ എടുത്തെഴുതിയിട്ടുണ്ടായിരുന്നു. താൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു, ഇനി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുകൂടി സുധാകരൻ തന്റെ FB കുറിപ്പിൽ വ്യക്തമാക്കിയതോടുകൂടി പിണറായി വിജയൻ സഖാക്കളുടെ എല്ലാവരുടെയും, അതായത് പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെ പ്രതിനിധികളുടെ എല്ലാവരുടെയും ആണിക്കല്ലിളക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു സുധാകരന്റെ ആ FB കുറിപ്പ്. അപ്പോൾ മുതൽ CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി മുതൽ തലപ്പത്തുള്ള ആളുകൾ മുതൽ അങ്ങേയറ്റം ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളുകൾ വരെ ജി സുധാകരനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ, അതായത് പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലയിൽ നടക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ വരെ സംബന്ധിപ്പിക്കാതെ 4 പ്രാവശ്യം MLA ആയ, 2 തവണ മന്ത്രിയായ തലമുതിർന്ന ജില്ലയിലെ നേതാവായ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വിസ്മരിക്കത്തക്കതല്ല. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആലപ്പുഴയിലേക്ക് ജി സുധാകരനെ കാണുവാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ ചിരി, തന്റെ സ്വാഭാവികമായ ചിരി തന്നെയാണ്. അത് ഇളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പരിഹസിക്കുന്നത് പോലെയോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ തന്നെ ജി സുധാകരനെ വിളിക്കുകയുണ്ടായി. എന്നാൽ സുധാകരൻ തന്റെ നിലപാടിൽ നിന്നും അണിവിട പോലും വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നില്ല. പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കുവാനുള്ള MV ഗോവിന്ദന്റെ അഭ്യർത്ഥന സുധാകരൻ ചവിട്ടിക്കൂട്ടി മടക്കി കീറി വലിച്ച് ദൂരെ എറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് റിയാസ് ഇന്ന്, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചതിന്റെ ഉദ്ദേശം പെരുമ്പളം പാലം സാർത്ഥകമാക്കിയതിന്റെ ഉദ്ഘാടന ദിനമാണ് നാളെ മുഖ്യമന്ത്രി പെരുമ്പളം പാലം സംസ്ഥാനത്തിന് സമർപ്പിക്കുമ്പോൾ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ സുധാകരന്റെ കാലത്തായിരുന്നു പെരുമ്പളം പാലത്തിലുള്ള നീക്കങ്ങൾ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരനെ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സുധാകരന്റെ ചിത്രമടക്കമുള്ള ഫ്ലക്സുകളാണ് ഇപ്പോൾ പെരുമ്പളത്ത് നിർത്തിയിരിക്കുന്നത്. കാരണം സുധാകരൻ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ സുധാകരനോടൊപ്പം പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും പോകും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെല്ലാം ഇപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കുവാൻ വേണ്ടി പാടുപെടുന്നത്. കാട്ടിൽ ഇടഞ്ഞ് നിൽക്കുന്ന ഒറ്റക്കൊമ്പനെ പോലെ ജി സുധാകരന്റെ സമീപത്തേക്ക് അടുക്കുവാൻ ആർക്കും ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയെയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ ഹരിശങ്കറിനെയും ഇപ്പോൾ സുധാകരന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. പിണറായി വിജയൻ സമാധാന ദൗത്യവുമായാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഇവരെ. CS സുജാത പറഞ്ഞതാകട്ടെ, സുധാകരനെ കണ്ട് മടങ്ങുമ്പോൾ CS സുജാത മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്, താൻ പലപ്പോഴും സുധാകരൻ സാറിന്റെ അടുത്ത് വരാറുണ്ട്, ക്ഷേമം അന്വേഷിക്കാറുണ്ട്, അത്തരത്തിൽ ഒരു സന്ദർശനം മാത്രമാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി നൽകാതെ CS സുജാത കാറിൽ കയറി പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. മുഹമ്മദ് റിയാസും പറഞ്ഞത് പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ ചടങ്ങിലേക്ക് സുധാകരനെ വിളിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഫോണിൽ സംസാരിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ആലപ്പുഴയിൽ നടന്ന തോട്ടപ്പള്ളിയിലെ പാലം ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ സുധാകരന്റെ കാലത്താണ് അത് തുടങ്ങി വെച്ചത്. ആ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് സുധാകരനെ വിളിച്ചില്ല. മാത്രമല്ല ആലപ്പുഴയിലെ മുപ്പാലം എന്നറിയപ്പെടുന്ന പാലം 4 പാലമാക്കി മാറ്റിയപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കും ജി സുധാകരനെ ക്ഷണിക്കുകയുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു, മെമ്പർഷിപ്പ് സ്ക്രൂട്ടൈനിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു. താൻ ഇനി CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, 63 വർഷമായി താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ഈ പാർട്ടിയെ താൻ ഉപേക്ഷിക്കുന്നു, താൻ പാർട്ടി വിട്ട് പുറത്തു പോകുന്നു എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് സുധാകരൻ ഈ കാലയളവിൽ ഉയർത്തിയിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജി സുധാകരനെ പോലെ ജനകീയനായ ആദർശ ശുദ്ധിയുള്ള CPM-ലെ തലമുതിർന്ന നേതാക്കൾ ഈ സന്ദർഭത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവരോടൊപ്പം വലിയൊരു ജനവിഭാഗം CPM-ൽ നിന്ന് മാറും. 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് പ്രതികൂലമായി ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്തും. പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടും, 3.0 ആവർത്തിക്കാൻ സാധ്യതയില്ല എന്ന നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദൂതുമായി CS സുജാതയെ പോലുള്ള ആളുകൾ, MA ബേബിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ സുധാകരനെ തേടി വരുന്നത്, അവരുടെ ഫോൺ കോളുകൾ വരുന്നത്.
എന്തായാലും സുധാകരൻ തന്റെ നിലപാടിൽ നിന്നും യാതൊരു തലത്തിലും മാറിയിട്ടില്ല. ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. സ്വകാര്യമായി ചില മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, നിലപാട് പിന്നീട് മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അത് പിന്നീട് പറയാം എന്നാണ് സുധാകരൻ പറഞ്ഞത്. നാളെ മുഖ്യമന്ത്രി പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ എത്തുമ്പോൾ ആലപ്പുഴയിൽ വിവിധ പരിപാടികൾ സന്ദർശിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ ആലപ്പുഴയിലുണ്ട്. അങ്ങനെയെങ്കിൽ ജി സുധാകരനെ മുഖ്യമന്ത്രി കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് ഒരുപക്ഷെ സുധാകരന്റെ വീട്ടിലെത്തി പിണറായി വിജയൻ സുധാകരനെ കണ്ട് എന്നിരിക്കില്ല, ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഓഫീസുകളിൽ വെച്ചായിരിക്കോ കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സന്ദർഭത്തിൽ സുധാകരന്റെ ഈ മാറി നിൽക്കലിൽ ഭയപ്പെട്ടുകൊണ്ട് വിരളി പിടിച്ച് ഓടുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏത് വിധേനയും 3.0 ആവർത്തിച്ച് തുടർ ഭരണത്തിന് ശ്രമിക്കുന്ന പിണറായി വിജയന്റെ നെറുകിൽ കിട്ടിയ അടി തന്നെയാണ് ഇപ്പോൾ ജി സുധാകരന്റെ പാർട്ടിയിൽ നിന്നുള്ള പിന്മാറ്റം. ഇന്നലെ പാലക്കാട് CPM വിമതരുടെ ഒരു ഗംഭീരമായ കൂട്ടായ്മ നടന്നിട്ടുണ്ടായിരുന്നു. മുൻ MLA ആയ മുൻ KTDC ചെയർമാനായ CPM-ന്റെ അനിഷേധ്യ നേതാവായ പാലക്കാടിലും മണ്ണാർക്കാടും കൃത്യമായ സ്വാധീനമുള്ള ജനകീയനായ PK ശശിയെ ഇന്നലെ CPM അക്കാരണത്താൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു PK ശശി. എന്നാൽ PK ശശി പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സുധാകരനും അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമ്പലപ്പുഴ, ആലപ്പുഴ ഒഴിച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ജി സുധാകരനെ ഏത് വിധേനയും അനുനയിപ്പിച്ച് അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ മത്സരിപ്പിക്കാൻ തന്നെയാണ് പിണറായിയുടെ നീക്കം എന്നാണ് അറിയുന്നത്. ജി സുധാകരനെ മത്സരിപ്പിക്കുന്നതിലൂടെ വീണ്ടും പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച പിണറായി വിജയന് ഭരണം തിരിച്ചു പിടിക്കാനാകും എന്നുള്ള വ്യാമോഹത്തിൽ തന്നെയാണ് പിണറായി ക്യാമ്പും. എന്തായാലും ജി സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു, തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇനി ഒരുപക്ഷെ പിണറായി വിജയൻ നാളെ പെരുമ്പളത്ത് പാലം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും CPM-ൽ നിന്നും ഇടഞ്ഞു സുധാകരൻ നിൽക്കുന്ന കാലം അത്രയും മുഖ്യമന്ത്രി പിണറായി വിജയന് 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടാമെന്നുള്ള സ്വപ്നമായി തന്നെ നിലനിൽക്കും. എന്തായാലും എന്താണ് ഇനി ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.